ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ എന്നത് മാത്രമായിരിക്കും ഇപ്പോൾ ആ നാടൊന്നാകെ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ ഉറ്റവർ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം മരണപ്പെട്ട 23-കാരനായ ഷിയാസിന് മരണമേറ്റുവാങ്ങേണ്ടി വന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപെയാണ് എന്നതാണ്. വിവാഹത്തിനായി ഒരുങ്ങേണ്ട ആ വീട്ടിലേക്ക് മകന്റെ ചേതനയറ്റ ശരീരം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് അത് താങ്ങാൻ കഴിയുക? ഒരുപാട് പ്രതീക്ഷകളുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഈ നഷ്ടം സഹിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവനെ മറുനാട്ടിലേക്ക് യാത്രയാക്കി പുഞ്ചിരിയോടെ മടങ്ങിയ ഒരു കുടുംബമായിരുന്നു. എന്നാൽ പാതി വഴിയിൽ അവരെ കാത്തിരുന്നത് മരണത്തിന്റെ കരിനിഴലായിരിക്കുമെന്ന് ആരും കരുതി കാണില്ല. മേലാറ്റൂർ വേങ്ങൂർ ഞാവൽപ്പടിയിലെ പാറോക്കോടൻ ഇബ്രാഹിമിന്റെ വീട്ടിൽ ഇന്നലെ പുലർച്ചെ മുതൽ വലിയ തിരക്കായിരുന്നു. മകൻ ബാസിത്തിനെ സൗദിയിലേക്ക് യാത്രയാക്കണം. പ്രിയപ്പെട്ടവനെ യാത്രയാക്കാനായി 3 കാറുകളിലായി ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഒരുമിച്ചാണ് പോയത്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് ബാസിത്തിനെ യാത്രയാക്കിയ ശേഷം ആ 3 കാറുകളും മടങ്ങുകയും ചെയ്തു. ബാസിത്തിന്റെ സുഹൃത്തായ ഷിയാസ് ഓടിച്ചിരുന്ന കാറിലുണ്ടായിരുന്നത് ബാസിത്തിന്റെ പിതാവ് ഇബ്രാഹിമും സഹോദരി ബാസിലയും ഭാര്യ അഫ്രീനയും ഭാര്യ മാതാവ് സക്കീനയുമായിരുന്നു. നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ രാവിലെ 8:30 മൊറയൂർ വാലഞ്ചേരിയിലെത്തിയപ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പെട്ടെന്ന് തെന്നിമാറി എതിരെ വന്ന ഒരു പ്രൈവറ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ബസ്സിനടിയിലേക്ക് പോയി. ചോരയിൽ കുളിച്ച ആ കാറിനുള്ളിൽ നിന്നും ഓരോരുത്തരെയും പുറത്തെടുക്കുമ്പോൾ നാട്ടുകാരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാസിലിന്റെ സഹോദരിയായ 19 വയസ്സുകാരി ബാസിലയും ഭാര്യാമാതാവ് സക്കീനയും കാറോടിച്ചിരുന്ന ഷിയാസും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. മണ്ണാർക്കാട് മുക്കണ്ണം സ്വദേശിയായ ഷിയാസിന്റെ വിവാഹം വരുന്ന ഏപ്രിൽ 18-നായിരുന്നു തീരുമാനിച്ചിരുന്നത്. വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം മണവാളനായി ഒരുങ്ങേണ്ട ആ ചെറുപ്പക്കാരൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ അവിടെ തകർന്നുപോയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളുമാണ്. സൗദിയിലേക്കുള്ള വിമാനം പറന്നുയരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ആ നടുക്കുന്ന ഫോൺ സന്ദേശം ബാസിലിനെ തേടിയെത്തുന്നത്. അപകടം പറ്റിയിട്ടുണ്ട്, എല്ലാവരും ആശുപത്രിയിലാണ് എന്ന ആ വാക്കുകൾ കേട്ട് ബാസിത്ത് ആകെ തകർന്നുപോയി. പിന്നീട് യാത്രയുപേക്ഷിച്ച് നേരെ ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയായിരുന്നു. പക്ഷേ അവിടെ ബാസിത്തിനെ കാത്തിരുന്നത് അസഹനീയമായ കാഴ്ചകളായിരുന്നു. തന്നെ യാത്രയാക്കാനായി സന്തോഷത്തോടെ കൂടെ വന്ന അനുജത്തിയും ഭാര്യാമാതാവും ജീവനുതുല്യം സ്നേഹിച്ച സുഹൃത്തും ചേതനയറ്റ് കിടക്കുന്നു. പിതാവും ഭാര്യയും ഗുരുതര പരിക്കുകളോടെ തീവ്രപരിചരണ വിഭാഗത്തിലും. എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കാൻ കഴിയുക? ഇനി ആർക്കും ഇങ്ങനെയൊരു ഗതി വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആദ്യമായല്ല നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഈ എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിലും തിരിച്ചുള്ള യാത്രയിലുമൊക്കെ ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനായി ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി പുലർച്ചെയുള്ള ഇത്തരം യാത്രകളിൽ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊണ്ടുപോകുന്ന ശീലം ഒഴിവാക്കാനായി ശ്രമിക്കുക. ഇനി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രം വെക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഒരു അശ്രദ്ധ മതി ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ വരുത്തിവെക്കാനെന്നോർക്കണം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.